ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇഞ്ചി കുറച്ചധികം കൊണ്ടുവരുന്ന സമയത്ത് പച്ചക്കറി സ്റ്റാൻഡിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി പോവാറുണ്ട്, അതല്ലെങ്കിൽ കേട് വന്ന് പോവാറുണ്ട്. അപ്പോൾ കുറച്ച് നാൾ നമുക്ക് ഇഞ്ചി കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ്. അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് സാദാ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാം. ഞാൻ കുഞ്ഞ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളൂ. കുറച്ച് ഇഞ്ചി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ കേട്ടോ. എന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഇഞ്ചി ഒട്ടും കേടുകൂടാതെ നമ്മൾ കീപ്പ് ചെയ്യുന്ന അതേ രീതിയിലും അതേ ഫ്രഷോടും കൂടി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. 2-3 ദിവസം കൂടുമ്പോൾ ആ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് വേറെ വെള്ളം മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ മാക്സിമം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഞ്ചിയുടെ മേലെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം കേട്ടോ അത് കീപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഞാനിതിൽ അത്യാവശ്യം തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. ഇതേപോലെ അടച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഇതേ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി നാൾ നമ്മൾ വെക്കുന്ന സമയത്ത് 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട്. ഇതേ രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഇഞ്ചി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഇഞ്ചിയൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സിമ്പിൾ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. ഞാനിത് ഇന്നലെ കോളിഫ്ലവർ പൊരിച്ചിട്ടുള്ള ഓയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ അടിവശത്തായിട്ട് ഈ ഒരു കറുപ്പും കരടും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഒരു ഓയിൽ വെച്ചിട്ട് പൊരിക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ ഒഴിവാക്കി കൊടുത്താലും അതിൻ്റെ ആ ഒരു കരടൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഒട്ടും ആ ഒരു തട്ടും തരിയില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് കേട്ടോ. അത് ഞാൻ ഒരു അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. അതൊരു കപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പഞ്ഞിയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് നൈസാക്കി കൊടുത്തതിന് ശേഷം ആ ഒരു അരിപ്പയുടെ ഭാഗം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ഞിയൊന്നും ഇല്ലാതെയാണ് നമ്മൾ അരിപ്പയിലോട്ട് ഒഴിക്കുന്നത്. ചില കരടൊക്കെ പെട്ടു പോകും. എന്നാൽ ഇതേപോലെ പഞ്ഞി വെച്ചിട്ട് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ കരട് പോലും ഇല്ലാതെ നമുക്ക് ക്ലീനായിട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഒരു തവണ നമ്മൾ പൊരിച്ച ഓയിൽ മാക്സിമം നമ്മൾ യൂസ് ചെയ്യാതെ ഇരിക്കുക. ഞാനത് തലേ ദിവസം പൊരിച്ചുകൊണ്ട് ഇന്നുകൂടി ഫ്രൈ ചെയ്യാനാണ് കേട്ടോ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു കരടോട് കൂടി തന്നെയാണ് ആ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒത്തിരി റിസ്ക് എടുത്തിട്ട് വേണം ഇത് ഒഴിവാക്കി കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്കൊന്നും നോക്കാനില്ല. ഇതേപോലെ ഒരു പഞ്ഞി വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ നമുക്കതിലേക്ക് ഈസി ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. പഞ്ഞി ആ ഒരു അരിപ്പ കവർ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാലൻസ് വന്നിട്ടുള്ള കരട് മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലുള്ള എണ്ണ മാക്സിമം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എനിക്ക് ആ ഒരു ഓയിൽ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം ഇത് ഊറാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെ ഓയിൽ ഇട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ചെറിയൊരു കരട് പോലും ആ ഒരു ഓയിലിൽ പെട്ടിട്ടില്ല. ഒത്തിരി ദിവസം സ്റ്റോർ ചെയ്തിട്ട് ഈ ഒരു ഓയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഞാനത് തലേ ദിവസം വറുത്തതുകൊണ്ട് ഇന്ന് എനിക്ക് ബാലൻസ് വറുക്കാനുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കിയ ഓയിലായിക്കോട്ടെ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലായാലും ഈ ഒരു രീതിയിലൊന്ന് അരിച്ചു നോക്കുക. ഒട്ടും കരടില്ലാതെ റിസ്ക് ഇല്ലാതെ തന്നെ നമുക്കത് അരിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഡബ്ബകൾ ഉണ്ടാവാറുണ്ട്. ഇത് സോനാ പപ്പടി കൊടുത്തിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സാധാരണയായിട്ട് നമ്മളിതെല്ലാം ഒഴിവാക്കാറാണ് പതിവ്. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ നല്ലൊരു ഓർഗനൈസർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലിഡിൽ കുഞ്ഞു ഹോൾസ് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ അതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് നീളത്തിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ അതാ ഞാനൊരു ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇനി ഇതേപോലെ തന്നെ കത്തി ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ലെഡിൽ മുഴുവനായിട്ട് കുറേശ്ശെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ലിഡിൽ സർക്കിൾ ഷേപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. മാക്സിമം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സർക്കിൾ ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു ഹോൾ ഇട്ടതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഒരു റൗണ്ട് പൂർത്തിയാക്കിയതിന് ശേഷം ഉൾവശത്തായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമുക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ഉപയോഗം തന്നെ കിച്ചണിലുണ്ട്. ഇതേപോലെയുള്ള സ്പൂണുകൾ, തവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒത്തിരി തവികളായാലും സ്പൂണുകളായാലും നമുക്ക് ഈ ഒരൊറ്റ ബോക്സിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് അത്രയും സ്പൂൺ എടുത്തിട്ടുണ്ട്. ഓരോ സ്പൂണും ഈ ഒരു നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഹോളിലേക്ക് ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. സ്പൂണ് മാത്രമല്ല, കുഞ്ഞ് തവികൾ അതേപോലെ തന്നെ ചെറിയ കത്തികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ബോക്സിൽ തന്നെ നമുക്ക് അത്യാവശ്യ സ്പൂണുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പൂണുകളെല്ലാം ഇതിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് കയ്യിലാണ് കേട്ടോ, തവിയാണ്, കുഞ്ഞ് തവികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ സ്പൂണ് തവികൾ മാത്രമല്ല, കുഞ്ഞ് കത്തികളുണ്ടെങ്കിൽ അതും നമുക്ക് ആ ഒരു ഹോളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരുപാട് സമയം തിരഞ്ഞൊന്നും നടക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല നമുക്ക് എടുക്കാനും എളുപ്പമായിരിക്കും. ഇതിനൊത്തിരി സ്പേസോ ഒന്നും ആവശ്യമില്ല, വളരെ കുറഞ്ഞ സ്പേസ് മതി, കുറഞ്ഞ സമയം മതി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇതുപോലെയുള്ള ബോക്സുകൾ കിട്ടുമ്പോൾ ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ ഒഴിവാക്കിയിട്ടുള്ള ഡാമേജ് ആയിട്ടുള്ള ചാർജറിൻ്റെ കട്ടയുണ്ടാവും. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ വലിച്ചെറിയുക അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കോർണറിൽ മാറ്റി വെക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി യൂസേജ് തന്നെയുണ്ട്. അതെന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മൊബൈൽ ഫോൺ അല്ലേ. അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷെൽഫിലൊക്കെ ചാരി വെച്ചിട്ട് കാണുന്ന സമയത്ത് മൊബൈലൊക്കെ താഴെ വീഴാനും അതുപോലെ തന്നെ സ്ക്രീനൊക്കെ ഡാമേജ് ആവാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഒട്ടും ടെൻഷൻ ഇല്ലാതെ എത്ര സമയം വേണമെങ്കിലും എത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോസും ഇതുപോലെയുള്ള ഒരു ചാർജർ ഉണ്ടെങ്കിൽ ഫോൺ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതൊരു വീഡിയോ ഓൺ ആക്കിയതിന് ശേഷം ആ ഒരു ചാർജറിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതവിടെ സേഫായിട്ട് നിൽക്കുക കേട്ടോ. നമ്മൾ ഫോൺ എടുക്കുന്ന സമയത്ത് മാത്രമേ അത് താഴെ വീഴാതെ ശ്രദ്ധിച്ചാൽ മതി. അതല്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഫോൺ സേഫായിട്ട് വീഡിയോസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിന്ന് ഈ കാണിച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.